നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. ഇവിടെ ആചാര്യൻ പറയുന്നതല്ലയോ ദൈവമേ, പ്രപഞ്ച സൃഷ്ടിക്ക് ഹേതുഭൂതമായ ദൈവശക്തിയും അങ്ങു തന്നെയാണ്. നീയല്ലോ മായയും എന്നാണ്. മായ എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടിക്കു കാരണമായ ദൈവശക്തി. അങ്ങു തന്നെയാണ് ആ ദൈവശക്തിയെ പ്രവർത്തിപ്പിക്കുന്ന ഐന്ദ്രജാലീയനും, അതായത് മായാവിയും അങ്ങു തന്നെയാണ് എന്നാണ്. പിന്നെയോ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങളാകുന്ന ഇന്ദ്രജാല ലീലകളിൽ രസിക്കുന്നയാളും അവിടുന്ന് തന്നെ, മായാവിനോദനും അവിടുന്ന് തന്നെ എന്നാണ്. ഒടുവിൽ മായാമോഹങ്ങളൊക്കെ അകറ്റി ശക്തിയെ ഒഴിച്ചുമാറ്റി മോക്ഷം അഥവാ അഖണ്ഡബോധസ്ഥിതി നേടിത്തരുന്നതും പരമപുരുഷനായി വർത്തിക്കുന്ന അങ്ങു തന്നെയാണ് എന്നാണ്. മായയെ നീക്കി സായുജ്യം നൽകുന്ന ആര്യനും അങ്ങു തന്നെയാണ് എന്നാണ്. ആര്യൻ എന്ന് പറഞ്ഞാൽ ഗുരു എന്നാണ് ഇവിടെ അർത്ഥമാകുന്നത്. അപ്പോൾ യാതൊന്നാണോ ഇല്ലാത്തത് അതാണ് മായ. ഉണ്ട് എന്ന തോന്നൽ മാത്രമാണ്, എന്നാൽ അത് ഉള്ളതല്ല. ഈ മായ കൊണ്ട് വിനോദിക്കുന്നവനും നീ തന്നെ. മായാവി എന്ന് പറഞ്ഞാൽ മായയെ സൃഷ്ടിക്കുന്നവൻ, മായ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നവൻ, മായാവിനോദൻ, മായ കാട്ടി വിനോദിപ്പിക്കുന്നവൻ എന്നാണ്. ഈ മായ എന്നതിന് വേദാന്ത ശാസ്ത്രം അതിബൃഹത്തായ വ്യാഖ്യാനമാണ് കൊടുക്കുന്നത്. പൂർണ്ണമായ അർത്ഥത്തിൽ അത് മനസ്സിലാക്കിയെടുക്കാൻ വേദാന്ത ശാസ്ത്രം ഗഹനമായി തന്നെ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ മായ എന്താണ് എന്ന് നോക്കാം. വേദാന്തം പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുന്ന മുഖ്യമായ സങ്കല്പമാണ് മായ. ബ്രഹ്മം മാത്രമാണ് പരമമായ സത്യം. ബ്രഹ്മത്തിനു മാത്രമേ അസ്തിത്വമുള്ളൂ. എങ്കിലും അസംഖ്യം കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ വസ്തുക്കൾ അടങ്ങിയ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നു എന്ന തോന്നൽ ഉളവാക്കുന്ന അവസ്ഥയാണ് മായ എന്ന് പറയുന്നത്. ഇത് യാഥാർത്ഥ്യമെന്തെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്ന ജ്ഞാനാന്വേഷിയിൽ ആത്മബോധോദയത്തിന്റെ ആദ്യ പടിയാണ് ഈ തിരിച്ചറിവ് എന്നാണ് പറയുക. ഈ കാണുന്നതെല്ലാം മായയാണ്, യഥാർത്ഥമായ സത്യം ഇതിനും അപ്പുറത്താണ് എന്ന തിരിച്ചറിവ് ആത്മബോധോദയത്തിന്റെ തുടക്കമാണ് എന്നാണ് പറയുക. മായാതത്വം അനുഭവതലത്തിൽ ബോധ്യമാവാൻ സാധാരണ നിലയിൽ നിന്ന് നമ്മുടെ സാധന കൂടുതലായി വികസിക്കേണ്ടതുണ്ട് എന്ന്